ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കനത്ത പരാജയമാണ് ബി.ജെ.പി നേരിടേണ്ടി വന്നത്. അതിനുശേഷം ബി.ജെ.പിക്കുള്ളിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുതിയൊരു വിവാദമായി മാറുന്നു. യോഗി ആദിത്യനാഥ് പുതിയതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ബില്ല് നാസുൽ ലാൻഡ് ബില്ലെന്നാണ് ഈ ബില്ലിൻ്റെ പേര്. ഈ ബില്ല് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം ഭൂമാഫിയകളുടെ കയ്യിൽ നിന്നും സർക്കാർ ഭൂമി തിരികെ പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ബില്ലിനെതിരെ ബി.ജെ.പിക്കുള്ളിൽ നിന്നും NDA ഘടകകക്ഷിയിൽ നിന്നുമാണ് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുന്നത്. ബിൽ ഇപ്പോൾ കമ്മിറ്റിക്ക് മുൻപാകെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ ഇത് ഭൂമാഫിയകളുടെ കയ്യിൽ ഉള്ള സർക്കാർ ഭൂമി, ഒപ്പം തന്നെ പാട്ടക്കാലാവധി പൂർത്തിയാക്കാത്ത ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള ബില്ലാണ്. പക്ഷേ പ്രയാഗ്രാജ് ഉൾപ്പെടെ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള മേഖലകളിലടക്കം സാധാരണപ്പെട്ട ജനങ്ങൾ സർക്കാർ ഭൂമിയിൽ ചെറിയ വീടുകളും മറ്റും നിർമ്മിച്ച് വളരെ കാലമായി കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഉള്ളവരിൽ പലരും ഈ പാട്ടക്കാലാവധി പുതുക്കാത്തവരുമാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ തുടക്കത്തിൽ ഭൂമാഫിയകളുടെ കയ്യിലുള്ള സർക്കാർ ഭൂമിയും പാട്ടം പുതുക്കാത്ത ഭൂമിയുമാണ് തിരിച്ച് പിടിക്കുന്നതെങ്കിൽ ഭാവിയിൽ ഇത് കോടതി നടപടിയിലേക്ക് പോയാൽ ഈ ചെറിയ ഭൂമി കൈവശപ്പെടുത്തി താമസമാക്കിയിരിക്കുന്ന ആയിരക്കണക്കിന് പേരെ ബാധിക്കുമെന്നാണ് ബി.ജെ.പിയുടെ പ്രയാഗ്രാജിൽ നിന്നുള്ള MLA മാർ പറയുന്നത്. ഒപ്പം തന്നെ NDAയുടെ ഘടകകക്ഷികൾ ആപ്നാദളും നിഷാദ് പാർട്ടിയും ഒക്കെ തന്നെ ഈ കാര്യം പറയുന്നു. ഇവിടെ ഇത് ബി.ജെ.പിയുടെ ഒരു നാടകമാണ് എന്ന് ബി.ജെ.പിക്കുള്ളിൽ അഭിപ്രായമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടിരുന്നു, ബി.ജെ.പിക്കുള്ളിൽ നിന്ന് ഒരു എതിർപ്പ് വരുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷത്തിൻ്റെ നാവടക്കാൻ കഴിയും. അതിനുശേഷം ഭേദഗതികളിലൂടെ ഈ നിയമം നടപ്പാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ബില്ല് സദുദ്ദേശപരമാണ്. പക്ഷേ ഈ ബില്ല് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഈ പാട്ട ഭൂമിയുള്ളവരുമൊക്കെ ജില്ലാ മജിസ്ട്രേറ്റിന് ഈ വിവരം ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാധാരണപ്പെട്ട അനവധി ആളുകൾ, സാധാരണക്കാരായ ജനങ്ങൾ പതിറ്റാണ്ടുകളോളം സ്ഥിരതാമസമാക്കിയ പാട്ടഭൂമിയുടെയൊക്കെ കാലാവധി കഴിഞ്ഞതുണ്ട്, പാട്ടം പുതുക്കാത്തതുണ്ട്. അങ്ങനെയുള്ളവരെ ഇത് സാരമായി തന്നെ ബാധിക്കും. പല നഗരങ്ങളിലും ഇത്തരത്തിൽ അനവധി പേർ താമസിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ എതിർപ്പ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഏതായാലും ഈ ഒരു ഭേദഗതി ഒരുപക്ഷെ കൊണ്ടുവരുന്നതിന് ബി.ജെ.പി തന്നെ ഒരു എതിർപ്പ് അവരുടെ പാർട്ടിക്കകത്ത് ഉയർത്തിയതാണ് എന്നൊരു വാർത്തയും വരുന്നത്. ഏതായാലും ഘടകകക്ഷി ഉൾപ്പെടെ കടുത്ത എതിർപ്പാണ് ഈ നാസുൽ ലാൻഡ് ബില്ലിനെതിരെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.